ഗൈസ് ഞാൻ ഈ 370 റുപ്പീസിൻ്റെ ബിരിയാണി ഇഷ്യൂ അതിങ്ങനെ ഭയങ്കര വൈറലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുള്ളവർക്ക് അറിയായിരിക്കും, പക്ഷെ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. സോ ബേസിക്കലി ഗുർഗാവ് ഡൽഹിയിലുള്ള ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ ഡേറ്റിന് കൊണ്ടുപോകുന്നു, ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുന്നു. 370 രൂപയുടെ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുന്നു. പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കാൻ പോകുന്ന നേരത്ത് പെൺകുട്ടിയോട് പറയുന്നു ലെറ്റ്സ് സ്പെൻഡ് മോർ ടൈം. കാരണം പുള്ളിക്ക് ചിലവാക്കിയ കാശിനെ മുതലെടുക്കണമല്ലോ. പക്ഷെ മുതലെടുക്കുന്നതിൻ്റെ പേരിൽ പുള്ളിക്കാരൻ ആ പെൺകുട്ടിയോട് വളരെ അപമര്യാദയായിട്ട് ബൗണ്ടറീസ് ക്രോസ് ചെയ്തു, കൺസെൻ്റ് ഇല്ലാണ്ട് പുള്ളിക്കാരിനെ കയറി പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതിൽ സംഭവം എനിക്ക് ഗേൾസിനോട് എൻ്റെ ഒരു ആസ് someone who is born in the 90s, I'm not a Gen Z, and as someone who has dated people in the past, who has lived in India for the majority of her life and who has actually gone out for dates with guys, ഞാൻ പറയാണ്, you need to have a lot more discernment. കാരണം എനിക്കിത് എസ്പെഷ്യലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി നമ്മുടെ നാട്ടിലെ പുരുഷന്മാർ, ഐ എം സോറി ടു സേ, നിങ്ങൾക്ക് ഒരു സ്ത്രീൻ്റെ അടുത്ത് സംസാരിക്കുന്ന രീതി, ഒരു സ്ത്രീൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന രീതി ഒക്കെ കുറച്ച് ഓവർലി സെക്ഷലാണ്. അതെനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ചില ആൾക്കാരുടെ ബിഹേവിയർ കണ്ടാൽ തോന്നും അവർ ആദ്യമായിട്ടാണ് സ്ത്രീകളെ കാണുന്നതെന്നുള്ളത്. അപ്പം അത് നിങ്ങൾ വളർന്നു വരുന്ന സമയത്ത് തന്നെ ഒരു പെൺകുട്ടിയോട് എങ്ങനെ സംസാരിക്കണമെന്നോ ഒരു പെൺകുട്ടിയുടെ അടുത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതുപോലെ ആയിരിക്കില്ലല്ലോ നിങ്ങൾ പുറത്തൊരു സ്ത്രീനെ കാണുമ്പോൾ, നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു സ്ത്രീനെ കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ലല്ലോ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യവും നിങ്ങളുടെ മൈൻഡിലുള്ള കാര്യവും ഒരു ഫിൽറ്റർ ഇല്ലാണ്ട് നിങ്ങൾ സംസാരിക്കരുത്. അത് ഒരു സ്ത്രീൻ്റെ അടുത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ അറിഞ്ഞ് കണ്ട് പെരുമാറേണ്ട കാര്യങ്ങളാണ്. ചിലതൊന്നും നമുക്ക് വീട്ടുകാർക്ക് പിന്നെ തറ പറ പന എന്ന് പറഞ്ഞ പോലെ പഠിപ്പിച്ച് തരാനൊന്നും പറ്റത്തില്ല. അത് നിങ്ങൾ കൂട്ടുകൂടി നടക്കുന്ന ആൾക്കാരുടെയും നിങ്ങൾ എക്സ്പോസ്ഡ് ആവുന്ന സോഷ്യൽ സിറ്റുവേഷനെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ഡിസേൺമെൻ്റ് എന്ന് പറയാം, വകതിരിവ്. ഞാനത് മുന്നേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോസിൽ. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക്, അതായത് പുറത്തോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാറുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട് കാണുമായിരിക്കും. സത്യം പറയട്ടെ, എൻ്റെ എക്സ്പീരിയൻസിലും എനിക്കറിയാവുന്ന, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള വേറെ യൂറോപ്യൻ ഗേൾസൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു സേ നോ, if you say that you're not interested in someone that you are on a date with, they will not even dare touch you. അവർ നിങ്ങളെ കൈകൊണ്ട് പോലും തൊടത്തില്ല. സീരിയസ്ലി ഞാൻ പറയുകയാണ്. എത്രയോ സമയം ഞാനൊക്കെ ബസ്സിന് വേണ്ടി കാത്ത് നിൽക്കുന്ന സമയത്ത് എൻ്റെ പുറകെ ഒരാണാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഹി വിൽ ആസ്ക് മീ ടു ഗോ അഹെഡ്. കാറൊക്കെ തുറക്കേണ്ട സമയത്ത് ചിലപ്പം ഇച്ചിരി ജെൻറ്റിൽമാൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ദേ വിൽ കം ആൻഡ് ഓപ്പൺ ദ ഡോർ. ഇതൊക്കെ ആരെങ്കിലും മോനെ നീ ഇങ്ങനെ ചെയ്യണം, മോനെ നീ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊന്നും ആരും പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല. അത് അവരെ കൊണ്ട് തോന്നി, അല്ല അവർ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്, അവർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ നാട്ടിലാണുങ്ങൾക്ക് പൊതുവേ ഒരു, മലയാളീസ് മാത്രമല്ല, പൊതുവെ ഇന്ത്യക്കാർക്കുള്ള ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെക്സിസ്റ്റ് മെൻറ്റാലിറ്റി ഉണ്ട്. അതായത് അവളൊരു പെണ്ണ്, ഞാൻ എങ്ങനെ പെരുമാറിയാൽ എന്താ. അത് നിങ്ങളാരെയും പറഞ്ഞു പഠിപ്പിച്ച് വിടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരിക്കലും ഒരു അമ്മയോ അച്ഛനോ വന്നിട്ട് മോനെ നീ ബാക്കി പെൺകുട്ടികളുടെ അടുത്ത് അപമര്യാദയായിട്ടേ പെരുമാറാവുള്ളൂ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വരുമ്പോഴത്തേക്കും ഡോർ തുറന്നു കൊടുക്കരുത്, കാറിൻ്റെ ഡോർ തുറന്നു കൊടുക്കരുത് എന്നൊന്നും ആരും പറഞ്ഞു പഠിപ്പിക്കത്തില്ല. അവർ കണ്ടു വളരുന്ന ചില നോൺ വെർബൽ ക്യൂസ് ഒക്കെയാണ്. കാരണം അവർ കണ്ടു വളരുന്നത് ചിലപ്പോൾ അവരുടെ പേരൻസിൻ്റെ അടുത്തു നിന്നായിരിക്കും, അല്ലെങ്കിൽ പിന്നെ മുതിർന്ന ആൾക്കാരുടെ അടുത്ത്, എൽഡേഴ്സിൻ്റെ അടുത്തായിരിക്കും, അവർ ഹാങ് ഔട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തു നിന്നായിരിക്കും. അപ്പോൾ അവർ കാണുന്നത് എങ്ങനെയാണ്, അവർ കാണുമ്പോഴത്തേക്കും ഒരു ലെവലേശം ബഹുമാനം ഇല്ലാണ്ട് സ്ത്രീകളെ പറ്റി കോമഡി പറഞ്ഞ് അവരെ താഴ്ത്തിക്കെട്ടി സെക്സിസ്റ്റ് ജോക്സ് പറയുന്നത്, ഇതൊക്കെ ആയിരിക്കും അവർ കാണുന്നത്. അപ്പോൾ അവർ വിചാരിക്കും ഇതൊക്കെയാണല്ലേ കൂളായിട്ടുള്ളത്. കാരണം ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഇഫ് എ മാൻ ഹാസ് ടു ഗെറ്റ് ആൻ അപ്രൂവൽ ഓഫ് അനദർ മാൻ. അതുകൊണ്ടാണ് ഈ ഇച്ചിരി
ഫെമിനിൻ ട്രേറ്റ്സ് ഒക്കെ ഉള്ള ആണുങ്ങളോട് ഇത്രയും ബാക്ക്ലാഷ് വരാനുള്ള കാര്യം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അറിയാം. ഇപ്പോൾ ഇച്ചിരി ഫെമിനിനായിട്ട് സംസാരിക്കുന്ന ആണുങ്ങളോ അല്ലെങ്കിൽ മേക്കപ്പ് ഇടുന്ന ആണുങ്ങളോടൊക്കെ ഈ ബാക്കിയുള്ള ആണുങ്ങൾ ഇത്രയും കിടന്ന് റിയാക്ഷൻ ഇടുന്നതും ദേഷ്യം കാണിക്കുന്നതും ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്കത് അക്സെപ്റ്റബിൾ അല്ല. ദിസ് ഇസ് ഔട്ട് ഓഫ് ദ നോം. ഇത്രയും ഇങ്ങനെ അല്ല ആണുങ്ങൾ ഇരിക്കേണ്ടത് എന്നൊരു ഐഡിയ ഉണ്ട്. അപ്പം ഈ പൊതുവെ ഇന്ത്യയിലുള്ള ആണുങ്ങൾക്കൊരു വിചാരമുണ്ട്. അതായത് ഒരു പെണ്ണിനെ പറ്റി പിന്നെ ഇപ്പം നമ്മൾ പറയത്തില്ല എന്താ വൈഫ് ജോക്സ് എന്നൊക്കെ പറയത്തില്ലേ, വൈഫ് ജോക്സ് അല്ലെങ്കിൽ പിന്നെ പെണ്ണുങ്ങളെ പറ്റി സെക്സിസ്റ്റ് ആയിട്ടുള്ള കമൻറ്റ്സ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ള ആണുങ്ങളുടെ നിന്ന് ഒരു അക്സെപ്റ്റൻസ് കിട്ടുള്ളൂ. അപ്പോഴാണ് കുറച്ചുകൂടെ അവർക്ക് മാച്ചോ ആയിട്ട് വരാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ഒരു തോട്ട് പ്രോസസ്സ് അവരുടെ തലയ്ക്കകത്തുണ്ട്. അത് തലയ്ക്കകത്ത് ഇരിക്കുന്നത് അവരുടെ ഇഷ്ടം. പക്ഷെ അത് പുറത്ത് വരുന്ന പെണ്ണുങ്ങളോട് കാണിക്കുമ്പോഴാണ്, ഡേറ്റിന് വരുന്ന ഗേൾസിനോട് കാണിക്കുമ്പോഴാണ് അവർക്കത് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല റിയാലിറ്റി. നിങ്ങൾ ചിലപ്പം ഭയങ്കര എന്തോ റൊമാൻറ്റിക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന ചില ആക്ഷൻസ്, ചില ജെസ്റ്റേഴ്സൊക്കെ സത്യം പറഞ്ഞാൽ ഗേൾസിന് അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. അവർ നോ എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ദേ ആർ നോട്ട് കംഫർട്ടബിൾ. ഒരാൾക്ക് കംഫർട്ടബിൾ അല്ലാതെ ഇരിക്കുന്ന സമയത്ത് അവരെ കൊണ്ട് അവരായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ദേ കാൺ ബി ദംസെൽസ്. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ സോഷ്യൽ ക്യൂസ്, സോഷ്യൽ അവയർനെസ് ഒക്കെ വേണം. നിങ്ങൾക്ക് എങ്ങനെ സോഷ്യൽ അവയർനെസ് കിട്ടും? നിങ്ങൾ ചുറ്റും കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ പെണ്ണുങ്ങളെ പറ്റി 4 ജോക്സ് അടിച്ച് ചിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് എങ്ങനെ അവയർനെസ് കിട്ടുക? നിങ്ങളോട് ആരെങ്കിലും പറയണ്ടേ ഈ കാണിക്കുന്നത് ഇസ് ആക്ച്വലി നോട്ട് മാൻലി എന്ന് നിങ്ങൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങൾക്കൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ അവരുടെ വീട്ടിൽ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാവരുടെയും അച്ഛനമ്മമാരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരുടെ മക്കളെ തിരുത്തി തന്നെയാണ് വളർത്തുന്നത്. അപ്പോൾ അവരൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാത്തത് കൊണ്ട് ആണിങ്ങനെ പറ്റുന്നത് ചുറ്റുമുള്ള ആൾക്കാർക്ക്. എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നും നമ്മുടെ സീനിയേഴ്സിൻ്റെ അടുത്തു നിന്നുമാണ്. അപ്പോൾ അവരുടെ ബിഹേവിയർ കണ്ടിട്ടായിരിക്കും അവർ ഈ ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. ഇനി എനിക്ക് ഗേൾസിനോട് എനിക്ക് ഇനി വരുന്ന ഗേൾസിനോടൊക്കെ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ ആയ സ്ഥിതിക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും ആസ് എ പ്രിവെൻറ്റീവ് മെഷർ ജസ്റ്റ് ബി വെരി ഡിസേർണിങ് ആൻഡ് ഹാവ് വെരി വെരി ടൈറ്റ് ബൗണ്ടറീസ്. നിങ്ങൾക്ക് ഫസ്റ്റ് ഡേറ്റിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് പോവുകയാണ്, ഒരാളെ മീറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ വിളിച്ചറിയിക്കുക. ആൻഡ് ആ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾ ഡേറ്റ് തീരുന്നില്ല, ഒരാളെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ നിമിഷം അവിടെ നിന്ന് കട്ട് ഓഫ് ചെയ്ത് വരിക, എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞു വിടുക. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ നോക്കിയിട്ട് ഈ ഒറ്റ അടിക്കൊന്നും ഇവർ മാറുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ കൂടുതൽ നിങ്ങളെ അവൈലബിൾ ആക്കി കൂടുതൽ ബെൻഡ് ചെയ്ത് അവരുടെ വഴിക്ക് അങ്ങോട്ട് വളഞ്ഞ് പോകുന്നത് കൊണ്ടാണ് കുറേ ആൾക്കാരൊക്കെ ഓക്കെ ഐ കെ ലെറ്റ് മീ ജസ്റ്റ് പുഷ് എ ബട്ടൺ ഞാൻ നോക്കട്ടെ എത്രത്തോളം ഇത് പോകും, എത്രത്തോളം എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാം എന്ന് ഈ ആണുങ്ങൾ വിചാരിക്കുന്നതും അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒരിക്കലും ഗേൾസിനെ കുറ്റം പറയത്തില്ല. കാരണം ഗേൾസ് അവരൊരു 100 വട്ടം ചിന്തിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ആ ഡേറ്റിന് യെസ് പോലും പറയുന്നത്. അങ്ങനെ അല്ലാത്തവരും കാണുമായിരിക്കും. പക്ഷേ പൊതുവിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസസ് വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മളുടെ ചോയ്സ് മാറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക ബൗണ്ടറീസ് കീപ്പ് അപ്പ് ചെയ്യുക. കാരണം എനിക്ക് തന്നെ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് ബൗണ്ടറീസ് സ്ട്രോങ് ആയിട്ട് വെക്കാത്തതുകൊണ്ട്. കാരണം ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇന്ത്യയിൽ നമ്മൾ ജനിച്ച് വളരുമ്പോൾ നമ്മൾ സ്ത്രീകളെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത് ഭയങ്കര സബ്മിസീവായിട്ട് മറ്റുള്ളവർ പറയുന്നത് എതിർക്കാൻ പഠിപ്പിക്കാതെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാതെയാണ് നമ്മളെ വളർത്തുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിച്ച് കുറച്ചുകൂടെ ബോൾഡായിട്ടൊക്കെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ. ഇറ്റ്സ് നോട്ട് വെരി ഈസി ഓൾസോ. അപ്പം ഈ പെണ്ണുങ്ങൾക്ക് ഗേൾസിന് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക. നെവർ എവർ ഗോ ഔട്ട് ഓൺ ഡേറ്റ്സ് വെൻ യു ആർ ഫീലിംഗ് അൺകംഫർട്ടബിൾ. നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങളുടെ ഗട്ട് ഇൻസ്റ്റിങ്ക്റ്റ് പറയുകയാണ് ഇത് ശരിയല്ല, എനിക്ക് ഇവിടെ തോന്നുന്നു ഐ ആം നോട്ട് ഫീലിംഗ് കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ഫ്രീ ടു ഗോ അറ്റ് എനി പോയിന്റ് ഓൺ ദാറ്റ് ഡേറ്റ്. ലൈക്ക് യു ഹാവ് ടു ജസ്റ്റ് എക്സ്ക്യൂസ് യുവർ സെൽഫ്. It's okay, like if that date didn't go well, it's okay. It's okay if your friends are having amazing boyfriends and you are not.
it's fine. As long as you're safe, as long as your dignity is intact, it's totally fine. What's most important is your safety and your dignity. ഇത് രണ്ടും കീപ്പ് അപ്പ് ചെയ്യാം. കാരണം it has become imperative. ഇത് ഒരു goes without saying. ലൈക്ക് നമ്മളെ കൊണ്ടൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു സൊസൈറ്റീനെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഒറ്റയടിക്ക്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് പ്രിവെൻറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഗേൾസിൻ്റെ സൈഡിൽ നിന്ന് അത്രേ ഇപ്പോൾ തൽക്കാലം പറ്റത്തുള്ളൂ. ആണുങ്ങൾ ഒബ്വിയസ്ലി അവരുടെ വ്യൂ പോയിൻ്റ് മാറ്റി അവർ കുറച്ചുകൂടെ എന്താ പറയണ്ടത്, കുറച്ചുകൂടെ അക്കൗണ്ടബിലിറ്റി എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളെയോ ഒരു ടൈപ്പ് ഓഫ് ബിഹേവിയറിനോ. കാരണം ഞാനിത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹവ് നെവർ സീൻ ദിസ് ബിഹേവിയർ അറ്റ്ലീസ്റ്റ് ദിസ് സൈഡ് ഓഫ് ദ വേൾഡ്. യു കനോട്ട് ഡൂ ദാറ്റ് ഹിയർ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഓൾ മെൻ ഒന്നും പറയാൻ പറ്റത്തില്ല. അവരുടെ സൊസൈറ്റിയിൽ കണ്ടും കേട്ടും വളരുന്ന കാര്യങ്ങളാണ് അവർ കാണിക്കുന്നത്. സോ ഇപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇന്ത്യൻ മെൻ കാണിക്കാറുണ്ട്, ചില പോഴത്തരങ്ങൾ കാണിക്കാറുണ്ട്. ഇവിടെ വന്നിട്ട് പിന്നെ ഫ്രീ ആയിട്ട് നടക്കുന്ന പെണ്ണുങ്ങളുടെ പുറകെ ചൂളം അടിച്ച് നടക്കുക, കമൻറ്റ് പറയുക. ദേ ആർ ഫേസിങ് ബാക്ക്ലാഷ്. നിങ്ങൾ അവിടെ കാണിക്കുന്ന അതേ ബിഹേവിയർ ഇവിടെ വന്ന് കാണിച്ചു കഴിഞ്ഞാൽ പീപ്പിൾ വിൽ തിങ്ക് യു ആർ ഡിസ്ഗസ്റ്റിംഗ്. അതാണ് അവിടുത്തെ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരവരുടെ സ്വഭാവം മാറ്റുന്നു, അവരതിനനുസരിച്ച് നടക്കുന്നു. അപ്പോൾ എന്താണ് ഇത് ഇനേബിൾ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളതാണ് മെയിൻ പോയിന്റ്. അപ്പോൾ ഗേൾസിന് എന്താ ഇപ്പോൾ അവിടെ ചെന്നിട്ട് ഓക്കെ ഇവൻ ഇങ്ങനെയാണ് പെരുമാറുന്നത്, സോ ഓൾ മെൻ ആർ ലൈക്ക് ദിസ്, സോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. You have to go on with your life. But what you can do from your end as a woman is to put up boundaries ഇടുക. ഇങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് ഡേറ്റിന് പോകണ്ട, സിംഗിളായിട്ടിരിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ചാൻസ് കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് സിംഗിളായിട്ടിരിക്കുന്നതാണ്. അല്ല നിങ്ങൾക്ക് ഡേറ്റിന് പോകണം, യു ഹാവ് ടു എക്സ്പീരിയൻസ് എ ഡേറ്റ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആൾക്കാർ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ കീപ് യുവർ ബൗണ്ടറീസ് സോ ഹൈ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യുവർ സേഫ്റ്റി ഈസ് ഇൻടാക്ട്.